കഥയാണ് നമ്മൾ പറയാൻ പോണത്. ഈ രാജകുമാരന് ഒരിക്കലും ദേഷ്യം വരില്ല, ആരോടും ദേഷ്യപ്പെടില്ല, എല്ലാവരോടും അധികം ആരോടും സംസാരിക്കില്ല. അങ്ങനത്തെ ഒരു രാജകുമാരനാണ്. കാരണം ആരാ? മോഹൻലാൽ. മോഹൻലാൽ എത്ര എളിമയുള്ള ആളാണോ അതിനേക്കാളും എളിമയുള്ള ആളായിട്ടാണ് പ്രണവ് മോഹൻലാൽ ജീവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തത ഇന്നുള്ള ഒരു നമ്മുടെ നടന്മാർക്കും ഇല്ല. ഇപ്പോൾ കുറേ യൂത്തന്മാർ വന്നിട്ടുണ്ടല്ലോ നടന്മാർ, അവരാരും ഇദ്ദേഹത്തിൻ്റെ സ്വഭാവമുള്ള ഒരു വ്യക്തി പോലും ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വീഡനിൽ മൂപ്പര് 30 ദിവസം കൊടും തണുപ്പത്ത് പശുവിനെ കറന്ന് അവിടെ ജീവിച്ചു എന്നുള്ളതാണ്. ഒരു 10 പൈസ കിട്ടിയിട്ടല്ല, അത് മൂപ്പര് അവിടെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. അതേപോലെ തന്നെ കാശ്മീരിൽ പോയിട്ട് ഒരു കൂടാരത്തിൽ വേണമെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ സ്റ്റാർ ഹോട്ടലിൽ മൂപ്പർക്ക് താമസിക്കാം. അവിടെ എത്ര തണുപ്പായാലും എത്ര ഐസ് വീണാലും അത് ചൂടാക്കി റൂമിൽ വലിയ സൂട്ട് റൂമിൽ മൂപ്പർക്ക് താമസിക്കാം. മൂപ്പര് എന്താണ്ടായി അവിടെ ചെന്നിട്ട് ആ തണുപ്പ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറും 300 രൂപ മാത്രം ഒരു ഷെഡ് ഉണ്ട് അവിടെ ഹോട്ടലിൽ തന്നെ. ലോബിയിൽ പറമ്പിലിങ്ങനെ ഉണ്ടാക്കിയിട്ട് വെക്കുക, അതിൻ്റെ ഉള്ളിലാണ് മൂപ്പര് കിടന്നുറങ്ങിയത്. അപ്പോൾ എത്ര എളിമയാണെന്ന് നോക്ക്. ആർക്കും ഇന്നിപ്പോൾ നമ്മുടെ മോഹൻലാലിനായാലും അതുപോലെ തന്നെ മമ്മൂട്ടിക്കായാലും ദുൽഖറിനായാലും ഇനിയിപ്പോൾ ഏത് പൃഥ്വിരാജിനായാലും ഏത് നടനേക്കാളും ഇഷ്ടം മലയാളികൾക്ക് ഇന്ന് പ്രണവ് മോഹൻലാലിനെയാണ്. അതെന്താണ്? അദ്ദേഹം വലിയ നടനായിട്ടൊന്നല്ല, അദ്ദേഹം വലിയ അഭിനയിക്കാൻ കഴിവുള്ള വ്യക്തിയൊന്നല്ല, മോഹൻലാലിൻ്റെ 7 അയലകത്ത് എത്തിയില്ലേ അത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ എളിമ, അദ്ദേഹത്തിൻ്റെ മനുഷ്യരോടുള്ള പെരുമാറ്റം, സാധാരണക്കാരനായിട്ടുള്ള ജീവിതം, അതുപോലെ തന്നെ ഒരു 100 വരെ ടീഷർട്ടാണ് മൂപ്പരിടുക. ഒരു 100 വരെ ടീഷർട്ട് വല്ല ഫുട്പാത്തിൽ മേടിച്ചു കഴിഞ്ഞാൽ അത് ഇട്ട് നടക്കും. ഒരു സിദ്ധിക്ക് ചോദിച്ചു, നീ എന്തിനാണ്ടാ ഈ ഫുട്പാത്തിലത്തെ 100 വരെ ടീഷർട്ട് കിട്ടുന്നത്? എനിക്ക് വല്ല ബ്രാൻഡഡ് ഷർട്ടൊക്കെ അവിടെ പ്രൊഡ്യൂസർമാർ മേടിച്ചില്ലേ, അത് ഇട്ടൂടെ? അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മേലിൽ ചൊറിയാന്ന്. ബ്രാൻഡഡ് ടീഷർട്ട് വെക്കുന്നവർക്ക് ഒരു പാര കിടക്കട്ടെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഒരു പാൻറ് തന്നെ ഒരു ജീൻസ് മേടിച്ചു കഴിഞ്ഞാൽ അത് അലക്കി അതിൻ്റെ കളറൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂപ്പര് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കളർ ജീൻസിൻ്റെ പുതിയ കളർ കിട്ടാനുള്ളൊരു സാധനമുണ്ട്, അത് മേടിച്ച് മൂപ്പര് അതിട്ട് കലക്കും. അപ്പോൾ പഴയ ജീൻസ് പുതിയ കളറായി. അപ്പോൾ അപ്പോഴും നമ്മുടെ സിദ്ധിക്ക് ചോദിക്കും, എന്തിനാണ് നീ ഈ പണിക്ക് ചെയ്യുന്നത്? അതല്ല, ആ ഒരു ജീൻസിനോട് എനിക്കുള്ളൊരു സ്നേഹം. ആ ജീൻസ് ഇട്ടിട്ട് ഞാൻ പല രാജ്യങ്ങളിലും പല മലകളും കാടുകളൊക്കെ ഞാൻ കയറിയിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ ജീൻസ് എനിക്ക് കളയാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് അത് ഞാൻ പുതിയതാക്കിയിട്ട് ഇടുന്നത്. അത് കീറി കഴിഞ്ഞാൽ അത് തുന്നും മൂപ്പര് തന്നെ.